ഹായ് എവരി വൺ വെൽക്കം ടു എജുവാലി. നമ്മളുടെ എജുവാലിയിൽ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾക്ക് പുറമെ ഇലക്ട്രിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും കമ്പ്യൂട്ടർ ആണ് യൂട്യൂബിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ഇലക്ട്രിക്കൽ ക്ലാസ്സസ് കൂടെ നമ്മളുടെ എജുവാലിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു ക്ലാസ് ഇത് ഇലക്ട്രിക്കലുകാർക്ക് മാത്രമല്ല, ജനറൽ PSC പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആറ്റം കോൺസെപ്റ്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ആദ്യത്തെ കാര്യമാണ് എന്ത് ആറ്റം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത് ആദ്യം പഠിക്കുന്നതാണ് എന്താണ് ആറ്റം കോൺസെപ്റ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആറ്റം കോൺസെപ്റ്റ്, ആ ഒരു ആറ്റത്തിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്, ആറ്റത്തിനകത്തെ സബ് പാർട്ടിക്കിൾ ഏതൊക്കെയാണ്, അതിൻ്റെ ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുക. ഇനി ഒരു ആറ്റത്തിൻ്റെ മോഡൽ എങ്ങനെയാണുള്ളത്, വാലൻസ് ഇലക്ട്രോൺ എന്താണ്, ഫ്രീ ഇലക്ട്രോൺ എന്താണ്, അറ്റോമിക് ഫാക്റ്റുകൾ, കുറച്ച് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. ആ കാര്യങ്ങൾ, എനർജി ലെവലുകൾ എന്താണ്, അവിടുന്ന് ക്വസ്റ്റ്യൻ കാര്യങ്ങളായിട്ട് വരുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക, പ്രത്യേകിച്ചും കോപ്പർ, സിലിക്കൺ, ജെർമേനിയം, നമുക്ക് വേണ്ടപ്പെട്ട 3 ആൾക്കാരാണിത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എങ്ങനെയാണ്, അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആറ്റം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിൻ്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അല്ലേ. ഏറ്റവും ചെറിയ കണികയാണ് അല്ലേ, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്, ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിനെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത് ആരാണ്, ആറ്റമാണ്. അപ്പൊ ആറ്റത്തിന്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്, എല്ലാ പദാർത്ഥങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കണികയാണ് ആറ്റം. അതിനെ പിന്നീട് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെന്താണ്, ആറ്റങ്ങളാണ് കെമിക്കൽ റിയാക്ഷനിൽ, രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇനി ആറ്റത്തിന്റെ ഡയമീറ്റർ നമ്മളുടെ ഇലക്ട്രിക്കൽ എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. വളരെ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലൊക്കെ വളരെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളിൽ ഈ ആറ്റത്തിന്റെ ഡയമീറ്റർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ആറ്റത്തിന്റെ ഡയമീറ്ററിന്റെ റേഞ്ച് എത്രയാണ്, 10⁻⁻10 മീറ്റർ ആണ് എന്ത്, ആറ്റത്തിന്റെ ഡയമീറ്റർ, ആറ്റത്തിന്റെ വ്യാസമാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഒരു ആറ്റം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഒരു ആറ്റത്തിനകത്ത് ആരൊക്കെ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇനി പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ, JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ, ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ 3 കണങ്ങളാണ് ആർക്കകത്തുള്ളത്, ആറ്റത്തിലുള്ളത്. ഇനി ഓരോ കണങ്ങളെയും കണ്ടുപിടിച്ച ആളുകളുടെ പേര് ഓർത്തിരിക്കുക. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി ഇത് നമുക്ക് പഠിക്കാനായിട്ട് പെൻ RTC എന്ന് ഓർക്കാം. ഓക്കെ, പെൻ RTC, അതായത് പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ JJ തോംസന്റെ T, ദെൻ ന്യൂട്രോൺ ചാഡ്വിക്. ഓക്കെ, അപ്പോൾ പെൻ RTC എന്നുള്ളത് പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ആണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ പഠിക്കാനായിട്ട്. ഇനി പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ കണങ്ങളുടെ ചാർജ് നമ്മൾ പറഞ്ഞു. ആറ്റത്തിനകത്ത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ 3 കണങ്ങളാണ് മെയിൻ ആയിട്ടും ഉള്ളത്. അതിനകത്ത് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിനാണെങ്കിലോ ചാർജ് ഇല്ല. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ക്ലിയർ? അപ്പൊ ചാർജ് നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ വാല്യൂ പഠിക്കണം.
കുറച്ചും കൂടെ ഡീപ്പ് സൈഡ് ഇലക്ട്രിക്കലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. സോ പ്രോട്ടോണിന്റെ ചാർജും പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും എന്താണ്? സെയിം ആണ്. ആ വാല്യൂ പഠിക്കണം. എത്രയാണ്? പോസിറ്റീവ് ആണെങ്കിൽ, പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് 1.602 ഇൻറ്റു 10⁻⁻19 ആണ്. ഇനി ഇലക്ട്രോൺ ആണെങ്കിലോ -1.602 ഇൻറ്റു 10⁻⁻19 ആണ്. 10⁻⁻19 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് തുല്യവും വിപരീതവുമാണ്. പ്രോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് 1.602 ഇൻറ്റു 10⁻⁻19 ആണ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് ആണെങ്കിൽ -1.602 ഇൻറ്റു 10⁻⁻19 ആണ്. ഇനി ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളമിലാണ് നമ്മളിത് പറയുക. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി ന്യൂട്രോണിനാണെങ്കിൽ എന്താണ്? ചാർജ് ഇല്ല. ക്ലിയർ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനി ഇതിന്റെ വെയിറ്റ് നോക്കാം. ഇതിന്റെ ഭാരം നോക്കുകയാണെങ്കിൽ, മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആണ്. 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആണ്. ഇലക്ട്രോണിന്റെ ആണെന്നുണ്ടെങ്കിൽ 9.1, ഇത്രയും വാല്യൂ ഓർത്തിരിക്കേണ്ട. ഇലക്ട്രോണിന്റെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 9.1 ഇൻറ്റു 10⁻31 എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെത് ആ ഒരു അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 9.10933837. ഇതാണ് റിയൽ വാല്യൂ. ഇത് ഇത്രയും പഠിക്കേണ്ട. 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിൻ്റെത്. ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇവിടെ കുറച്ച് വാല്യൂ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പം ന്യൂട്രോൺ ആണ് കുറച്ചും കൂടെ വെയിറ്റ് വരുന്നത്. സോ 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം തന്നെയാണ് ന്യൂട്രോണിനുള്ളത്. 27 മാത്രമല്ല, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വാല്യൂ ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ന്യൂട്രോണിനാണ് ആ ഒരു വെയിറ്റ് ഉള്ളത്. ഇനി ഒരു ആറ്റത്തിനകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഘടകമാണ് എന്ത്? ഇലക്ട്രോൺ. ഒരു ആറ്റത്തിനകത്ത് ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് എന്ത്? ഇലക്ട്രോൺ. ക്ലിയർ? ഇനി ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്ര ടൈംസ് ആണ്? ഇലക്ട്രോണിന്റെ മാസിന്റെ എത്ര ടൈംസ് ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ആ വാല്യൂ? 1837 ഇരട്ടിയാണ് അല്ലേ? ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 1837 ടൈംസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ മാസിന്റെ 1837 ഇരട്ടിയാണ് എന്തിന്റെ മാസ്? പ്രോട്ടോണിന്റെ മാസ്. ഇനി മോസ്റ്റ് വെയ്റ്റഡ് പാർട്ടിക്കിൾ ഏതാ? ന്യൂട്രോൺ ആണ്. ഓക്കെ, മോസ്റ്റ് വെയ്റ്റഡ് പാർട്ടിക്കിൾ വന്നിട്ട് ന്യൂട്രോൺ ആണ്. ഇനി അടുത്തതാണ് ആറ്റത്തിന്റെ മോഡൽ. ഇവിടെ നോക്കുക, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, പിന്നെന്താണ്? ഷെല്ലുകളുണ്ട്. പിന്നെന്താണ്? അതിനകത്ത് ഓരോ ഷെല്ലിലും എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തേക്കുന്നതാണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അഥവാ ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്ററിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയാ. ന്യൂക്ലിയസിനകത്താണ് ആരുള്ളത്? ന്യൂട്രോണും പ്രോട്ടോണും ഉള്ളത്. ക്ലിയർ? ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുക. ന്യൂക്ലിയസിനകത്താണ് ന്യൂട്രോണും പ്രോട്ടോണും ഉള്ളത്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ ഷേപ്പില് കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെയാണ് നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റുക. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിൽ ഈ സർക്കുലർ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഷെൽ എന്ന് പറയുക. അപ്പൊ ആ ഷെല്ലിനകത്താണ് നമുക്ക് ആരെ കാണാനായിട്ട് പറ്റുക? ഇലക്ട്രോണിനെ കാണാനായിട്ട് പറ്റുക. അപ്പൊ പ്രധാനമായിട്ടും 4 ഷെല്ലുകളാണ് ഉള്ളത്. കെ, എൽ, എം, എൻ എന്നിങ്ങനെ 4 ഷെല്ലാണുള്ളത്. അതിനകത്ത് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. സോ കെ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി എൽ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 8 ആണ്. ഇനി എം ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 18 ആണ്. ഇനി എൻ ഷെല്ലിലെയോ 32 ആണ്. ക്ലിയർ? അപ്പൊ കെ ഷെല്ലിലെ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. എൽ ഷെല്ലിൻ്റെത് 8 ആണ്. എം ഷെല്ലിൻ്റെത് 18 ആണ്. എൻ ഷെല്ലിൻ്റെത് എത്രയാണ്? 32 ആണ്. ഇത് ആവശ്യം വരും, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അടുത്തത് നോക്കാം. ആറ്റത്തിന്റെ മോഡലിനെ കുറച്ചും കൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ പറയാണ്. ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണുള്ളത്? ന്യൂക്ലിയസിന് അകത്താണ് ഉള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണുള്ളത്.
ഇങ്ങനെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല. അറിയാലോ, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണും ന്യൂട്രോണും എവിടെ ഇരിക്കണേ? ന്യൂക്ലിയസിനാണുള്ളത്. അപ്പൊ ന്യൂക്ലിയസിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ന്യൂക്ലിയസിന്റെ നെറ്റ് ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം എന്താ? ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും ഉണ്ട് പ്രോട്ടോണും ഉണ്ട്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് പോസിറ്റീവ്. അപ്പൊ ആ പ്രോട്ടോണിന്റെ ചാർജ് ആണ് ന്യൂക്ലിയസിനകത്തെ നെറ്റ് ചാർജ് ആയിട്ട് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാ? ന്യൂക്ലിയോൺ എന്ന് പറയാ. ഓക്കെ, ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? പ്രോട്ടോണിനെയും ന്യൂക്ലിയസിനകത്തേക്കാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ചേർത്തിട്ടാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അത് എവിടെയാണുള്ളത്? ഷെല്ലിലാണ് കാണാനായിട്ട് പറ്റുക. ഷെല്ലിന്റെ ഷേപ്പ് എന്താണ്? സർക്കിൾ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. സർക്കുലാർ പാത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഷെല്ലിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഓർബിറ്റ്. ഓക്കെ, ഷെല്ലിനെ നമുക്ക് എന്തെന്നൂടെ പറയാം? ഓർബിറ്റ് എന്നൂടെ പറയാം. ഇനി ഷെല്ലുകൾ എങ്ങനെയാണ് പേര് ചെയ്തിട്ടുള്ളത്? നെയിം ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? KLMN എന്നിങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇനി ഇക്വേഷൻ ടു ഫൈൻഡ് മാക്സിമം ഇലക്ട്രോൺ ഇൻ എ ഷെൽ. ഒരു ഷെല്ലിനകത്തെ മാക്സിമം ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? 2n² എന്ന് പറയുന്നത്. വേർ n ഈസ് ദി ഷെൽ നമ്പർ. അപ്പൊ കൊടുക്കുവാണെങ്കിൽ K ഷെല്ലിന്റെ വാല്യൂ 1 ആണ്, L ഷെല്ലിൻ്റെത് 2 ആണ്, M ഷെല്ലിൻ്റെത് 3 ആണ്, N ഷെല്ലിൻ്റെത് 4 ആണ്. ക്ലിയർ? കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, എല്ലിന്റെ വാല്യൂ വന്നിട്ട് 2 ആണ്, എമ്മിന്റെ വാല്യൂ വന്നിട്ട് 3 ആണ്, എന്നിന്റെ വാല്യൂ വന്നിട്ട് എത്രയാണ്? 4 ആണ്. അപ്പൊ കൊടുക്കുകയാണെങ്കിൽ 2n², വേർ എന്നിന്റെ വാല്യൂ ആണെങ്കിൽ 1 2 3 4 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ 2 ഇൻറ്റു 1² എത്രയാണ്? 2 ഇൻറ്റു 1² 1 തന്നെയാണ്. അപ്പൊ എത്ര കിട്ടും? 2. നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഇതാണെങ്കിലോ 2 ഇൻറ്റു 2² വരും. സോ 2 ഇൻറ്റു 4 വരും. അപ്പൊ എത്ര കിട്ടി? 8. നമ്മൾ നേരത്തെ കണ്ടു എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ 2 ഇൻറ്റു 3² ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 9 വരും. എത്ര കിട്ടും? 18. നമ്മൾ നേരത്തെ കണ്ടു എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 18 ആണ്. ഇനി നോക്കുക, എൻ ഷെല്ല് നോക്കുക, 2 ഇൻറ്റു 4² വരും ഈക്വൽ ടു 2 ഇൻറ്റു 16 എത്രയാണ്? 32. അപ്പൊ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 32. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മളുടെ ഷെല്ലിനെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ് ഷെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സബ് ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഇടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓർബിറ്റൽ എന്ന് പറയുക. സബ് ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യത കൂടിയ ആ സ്ഥലങ്ങളെയാണ്, അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഓർബിറ്റൽ എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് സബ് ഷെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? SPDF എന്നിങ്ങനെ 4 സബ് ഷെല്ലാണ് നമുക്ക് ഉള്ളത്. ക്ലിയർ? ഇനി നോക്കുക, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഈച്ച് സബ് ഷെൽ. ഓരോ സബ് ഷെല്ലിലെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചേക്കുന്നത്. സബ് ഷെല്ലില് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. P ആണെങ്കിൽ 6 ആണ്, D ആണെങ്കിൽ 10 ആണ്, F ആണെങ്കിൽ 14 ആണ്. സോ ഓരോ ഷെല്ലിലും ഓരോ സബ് ഷെല്ലിലും ഉള്ള എണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാറിപ്പോവരുത്. ഓക്കെ, ദെൻ ഇതാ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. നമ്മളുടെ 4 മെയിൻ ഷെല്ലുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, KLMN. അതുപോലെ തന്നെ K ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോൺ 2 ആണ്, L ഷെല്ലിലേത് 8 ആണ്, M ഷെല്ലിലേത് 18 ആണ്, N ഷെല്ലിലേത് എത്രയാണ്? 32 ആണ്. ഇനി ഓരോ ഷെല്ലിനും എത്ര സബ് ഷെല്ലുകൾ ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന എണ്ണം നോക്കുക. K ഷെല്ലിന്, K എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിന് എത്ര സബ് ഷെല്ലേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ, അതിന്റെ പേരാണ് S. അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന മാക്സിമം എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2. L ഷെല്ലിന് 2 സബ് ഷെല്ലുണ്ട്, എസും പിയും. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എല്ലിന് 2 സബ് ഷെല്ലുണ്ട്, എസും പിയും. എസിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. പിയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. 6 2 8 കിട്ടിയല്ലോ. ഓക്കെ, ഇനി എം ഷെല്ലിലെ പരമാവധി എണ്ണം 18 ആണ്. എം ഷെല്ലിന് എത്ര സബ് ഷെൽ ഉണ്ട്? അപ്പോ 3 എണ്ണം ഉണ്ട്.
നോക്കുക, എസ്, പി, ഡി എന്നിങ്ങനെ 3 സബ് ഷെല്ലാണ് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എമ്മിനുള്ളത്. അപ്പോൾ എസിൽ 2 പിയിൽ 6 പെട്ടായല്ലോ. ഡിയിലെ ഉൾക്കൊള്ളാവുന്ന മാക്സിമം എണ്ണം എത്രയാണ്? 10. അപ്പോൾ 10, 6, 2 എത്രയായി? 18 ക്ലിയർ. ഇനി എൻ ഷെല്ലില് 4 സബ് ഷെല്ലുണ്ട്, 32 ടോട്ടൽ. അപ്പോൾ ഇവിടെ നോക്കുക, എസിന്റെ 2, പിയുടെ 6, ഡിയുടെ 10, എഫിന്റെ 18 കൂടെ കൂട്ടുമ്പോഴത്തേക്കും എത്രയായി? 32. ഇങ്ങനെയാണ് ആ ഒരു സ്പ്ലിറ്റ് അപ്പ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഓരോ ഓർബിറ്റലും അതിന്റെ ഷേപ്പും നമുക്ക് പഠിക്കണം. ഇനി ഇവിടെ നോക്കുക, എസ് സബ് ഷെല്ലിന് എന്താണ്? ഒരു സ്പെരിക്കൽ ഓർബിറ്റൽ ആണ് ഉള്ളത്. സ്പെരിക്കൽ ഷേപ്പാണ്, ഒരു സ്പിയറിന്റെ ആകൃതിയാണ് അതിനുള്ളത്. ഇനി ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, എസ് സബ് ഷെല്ലില് ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ. അതിന്റെ ഷേപ്പ് എന്താണ്? സ്പെരിക്കൽ ആണ്. ഇനി പിക്ക് ആണെങ്കിൽ 3 ഉണ്ട്, 3 ഓർബിറ്റൽ ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് വൈ സെഡ് എന്നാണ് നമ്മൾ പറയുക. പി എക്സ്, പി വൈ, പി സെഡ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ എന്ത് ഷേപ്പാണ്? ഡംബൽ ഷേപ്പാണ്. ഇനി ഡിക്കാണെങ്കിൽ 5 ഓർബിറ്റൽ ഉണ്ട്. അതിന് ഒരു ക്ലോവർ ലീഫിന്റെ ഷേപ്പാണ്. അതുപോലെ തന്നെ 1 ഡംബൽ ഷേപ്പുമാണ്. ഓക്കെ, ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. 3 തരത്തിലുള്ളതാണ് കാണാനായിട്ട് പറ്റുക. ഒരു ക്ലോവർ ലീഫിന്റെ ഷേപ്പാണ് ഡി സബ് ഷെല്ലിനുള്ളത്. എഫിൻ്റെതെന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ഷേപ്പുകളാണ് ഉള്ളത്. അപ്പോൾ എസും ബിയും ആണ് ഞാൻ ജനറലി കണ്ടിട്ടുള്ളത്. എസിന് സ്പെരിക്കൽ ഷേപ്പാണുള്ളത്, ഓരോ ഓർബിറ്റലാണുള്ളൂ. പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്, അതിന് ഡംബൽ ഷേപ്പ്ഡ് ആണ്. അത് പി എക്സ്, പി വൈ, പി സെഡ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഡിക്കാണെങ്കിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. അതിന് ക്ലോവർ ലീഫിന്റെ ഷേപ്പും ഡംബൽ ഷേപ്പും കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിലൊക്കെയാണ് ഉള്ളത്. എഫിനുള്ളത് 7 ഓർബിറ്റൽസ് ആണ്, വിത്ത് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. ക്ലിയർ. ഷെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. ജസ്റ്റ് ഞാൻ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ആ ഭാഗങ്ങളും കൂടെ കവർ ചെയ്യുന്നു എന്നാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓരോ സബ് ഷെല്ലിന്റെയും ഷേപ്പാണ്. ഇത് എസിന്റെ ആണ്, ഇത് പിന്റെ ആണ്, ഇത് ഡിയുടെ ആണ് കാണിച്ചേക്കുന്നത്. എഫിന്റെ കോംപ്ലക്സ് ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ എസിന് സ്പെരിക്കൽ ഷേപ്പാണ്, ഒരെണ്ണാണ് ഉള്ളത്. പിക്ക് ഡംബൽ ഷേപ്പാണ്, 3 എണ്ണാണ് ഉള്ളത്. ഡിക്ക് വന്നിട്ട് ക്ലോവർ ലീഫിന്റെ ഷേപ്പാണ്, അതിന് 5 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ് എഫിനുള്ളത്, അതിന് 7 ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് വാലൻസ് ഇലക്ട്രോൺ, എന്താണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യമേ വാലൻസ് ഷെൽ എന്താണ് എന്നുള്ളത് അറിയണം. ഓക്കെ, വാലൻസ് ഷെൽ എന്താണ് എന്നുള്ളത് അറിയണം. എന്താ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്? ലാസ്റ്റ് ഷെല്ലാണ് അല്ലെ. ഒരു ആറ്റത്തിനകത്തെ അവസാനത്തെ ഷെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഒരു ആറ്റത്തിനകത്തെ അവസാനത്തെ ഷെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വാലൻസ് ഷെൽ എന്ന് പറയാ അല്ലെ. അപ്പൊ ആ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെയാണ് എന്തെന്ന് പറയാ? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയാ. ക്ലിയർ ആണോ? ഇലക്ട്രോൺസ് ഇൻ ദി ലാസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം ആണ് എന്ത്? വാലൻസ് ഇലക്ട്രോൺ. ഇനി ഫ്രീ ഇലക്ട്രോൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിന്റെ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ തന്നെയാണ്. പക്ഷെ അതെന്താ വ്യത്യാസം? വിച്ച് ആർ ലൂസ്ലി ബൗണ്ടഡ് ടു ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനോട് വളരെ ലൂസായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരാറ്റത്തിലെ അവസാനത്തെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുക. ഓക്കെ, എല്ലാ ഫ്രീ ഇലക്ട്രോണും വാലൻസ് ഇലക്ട്രോൺ ആണ്. പക്ഷേ എല്ലാ വാലൻസ് ഇലക്ട്രോണും എന്തല്ല? ഫ്രീ ഇലക്ട്രോൺ അല്ല. അതിന് കാരണം ഈ സബ് ഷെല്ലിൽ വരുന്ന ഓറിയന്റേഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ഓർബിറ്റൽസ് പറഞ്ഞു. അപ്പൊ അതിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് എന്തിൽ വ്യത്യാസം വരും? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ബോണ്ടിങ്ങിൽ ആ വ്യത്യാസം വരും. അപ്പോൾ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ വളരെ ലൂസായിട്ടാണ് ആ ബോണ്ടിങ് വന്നേക്കണേന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുക. ബാഹ്യതമ ഷെല്ലിലെ ന്യൂക്ലിയസുമായിട്ട് വളരെ ഒരു ലൂസ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലൂസ് ബോണ്ടിങ് കീപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുക. ക്ലിയർ. ഇനി അടുത്തത് നോക്കുക, ഇലക്ട്രോൺസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആറ്റമാണ് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു. ആ ആറ്റത്തിനകത്തെ ആരാണ് പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. ഇനി ഒരു ആറ്റം അയൺ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ അത് ഇലക്ട്രോൺസിനെ നേടണം. അപ്പൊ പറയുകയാണെങ്കിൽ ഒരു ആറ്റം അയൺ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തണം, അല്ലാന്നുണ്ടെങ്കിൽ
അതെന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ നേടണം, തിരിച്ച് റിസീവ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം ആറ്റത്തിനെ വിട്ടുകൊടുത്തോ നേടിയെടുത്തോ കൊണ്ട് ആറ്റം എന്തായിട്ട് മാറുകയാണ്? അയോൺ, ചാർജ് ഉള്ള കണങ്ങളെയാണ് നമ്മൾ അയൺ എന്ന് പറയുക. ഓക്കെ, ചാർജ് ഉള്ള കണങ്ങളെയാണ് നമ്മൾ അയോൺ എന്ന് പറയുക. ഒരാറ്റം അയോൺ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിനെ നേടണം. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക. ഒരാറ്റം പോസിറ്റീവ് അയോൺ ആയിട്ടാണ് മാറുന്നതെന്നുണ്ടെങ്കിൽ, ഒരാറ്റം പോസിറ്റീവ് അയോൺ ആയിട്ടാണ് മാറുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇറ്റ് ലൂസസ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ അത് എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുത്താണ്. അപ്പൊ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ആറ്റം എന്തായിട്ടാണ് മാറുക? പോസിറ്റീവ് അയോൺ ആയിട്ടാണ് മാറുക. ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ ആറ്റം എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആയിട്ടാണ് മാറുക. ക്ലിയർ? ആറ്റത്തിനെ വിട്ടുകൊടുക്കുകയോ നേടിയെടുക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരു ആറ്റം അയോൺ ആയിട്ട് മാറുന്നത്. അയോൺ മീൻസ് ചാർജ് ഉള്ള കണങ്ങളെയാണ് നമ്മൾ അയോൺ എന്ന് പറയുക. ഒരാറ്റം പോസിറ്റീവ് ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്തേക്കാണ്? ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ആറ്റം നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? അതിന് എവിടുന്നോ ഒരു ഇലക്ട്രോണ് കിട്ടിയിട്ടുണ്ട്, ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് പറയുക, നെഗറ്റീവ് അയോണിനെയാണ് നമ്മൾ ആനയോൺ എന്ന് പറയാം. ഓക്കെ, നെഗറ്റീവ് അയോണിനെ നമ്മൾ ആനയോൺ എന്ന് പറയുന്നു, പോസിറ്റീവ് അയോണിനെ നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നു. ഇനി നമ്മൾ സെല്ലൊക്കെ പഠിക്കുന്ന സമയത്ത് ആനോഡും കാഥോഡും ഒക്കെ വരും. അപ്പൊ അതിന്റെ ചാർജ് കൂടെ നോക്കണം. കാറ്റയോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? കാഥോഡിലേക്കാണ് പോവുക. ഓക്കെ, കാഥോഡിലേക്കാണ് പോവുക. കാഥോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ക്ലിയർ? കാറ്റോൺ എങ്ങോട്ടാ മൂവ് ചെയ്യുക? കാഥോഡിലേക്കാണ്. അതിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം എന്താ? കാറ്റോൺ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് നെഗറ്റീവിലോട്ടല്ലേ പോവാ. ഓക്കെ, അപ്പൊ കാറ്റയോൺ പോകുന്നത് കാഥോഡിലേക്കാണ്. കാഥോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. കാറ്റയോൺ എന്താ? പോസിറ്റീവ് ആണ്. ഇനി ആനയോൺ നോക്കുക. ആനയോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോൺ ആനോഡിലേക്കാണ് പോവുക. ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. ക്ലിയർ? ക്ലിയർ. അപ്പൊ പോസിറ്റീവ് അയണാണ് ഒരു ആറ്റത്തിനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക. അപ്പൊ പോസിറ്റീവ് അയണിനെ നമ്മൾ കാറ്റയോൺ എന്നാണ് പറയുക. സെല്ലിന്റെ ഒക്കെ കേസിൽ കാറ്റയോൺ കാഥോഡിലേക്കാണ് പോവുക. കാഥോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് അയണിനെയാണ് നമ്മൾ ആനയോൺ എന്ന് പറയുക. ആനയോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ആനയോൺ ആനോഡിലേക്കാണ് പോകുന്നത്. ആനോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇത് ഞാൻ സെല്ലിന്റെ കേസ് ഇവിടെ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതാണ് ആറ്റോമിക് ഫാക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എനർജി ലെവൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ആറ്റത്തിന്, ഓരോ ആറ്റത്തിനും, ഓരോ ഓർബിറ്റിനും, ഓരോ ഷെല്ലിനും എന്തുണ്ട്? ഡിസ്റ്റിങ് ഒരു നിശ്ചിത എനർജി ലെവൽ ഉണ്ട്. ഒരു നിശ്ചിത എനർജി ലെവൽ ഉണ്ട്. ഓരോ ഷെല്ലിനും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ഉണ്ട്. അതിൽ ഏറ്റവും എനർജി കുറഞ്ഞതാണ് ഫസ്റ്റ് ഓർബിറ്റ്. കാരണം എന്താ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് ടു ഷെൽ. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളുടെ ന്യൂക്ലിയസും നമ്മളുടെ ഷെല്ലുകളും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസും ഷെല്ലുകളും തമ്മിൽ എന്താണ്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് വെക്കാം. ഓക്കെ, ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, ഇത് എം ഷെല്ല്, 3 ഷെല്ല് മതി. അപ്പൊ കെ ആണ് ഏറ്റവും അടുത്ത്, ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പൊ എന്താണ്? എനർജി എന്ത് ചെയ്യും? മൂവ്മെന്റ് ഭയങ്കര ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ചു വെച്ചേക്കും. അപ്പൊ എനർജി എന്താണ്? കുറവായിരിക്കും. ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടുന്ന് എന്താണ്? ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ എന്താണ്? എനർജി കൂടും അല്ലെ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, എനർജി കൂടും. അത് അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലിലേക്കുള്ള അകലം കൂടുന്തോറും, ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? എനർജി കൂടും. ക്ലിയർ? സോ ശ്രദ്ധിക്കുക. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് ടു ഷെൽ. ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലിലേക്കുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് എനർജി എന്ത് ചെയ്യും? കൂടും. ക്ലിയർ? അത് പഠിച്ചു വെക്കണം. അപ്പൊ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്, ഫസ്റ്റ് ഓർബിറ്റ് എന്ന് നമുക്ക് പറയാം.
അതിനെന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. സോ എനർജി കുറവായിരിക്കും. ഏറ്റവും അകലെയുള്ളത് അവസാനത്തെ ഷെല്ലാണ്, ലാസ്റ്റ് ഷെല്ലാണ്. ഏറ്റവും അവസാനമുള്ള ഷെല്ലിന് എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പൊ എനർജി എന്താണ് കൂടുതലാണ്. അതുകൊണ്ടാണ് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസിന് പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി ലാർജർ ദി ഓർബിറ്റ് ഗ്രേറ്റർ ദി എനർജി. ഓർബിറ്റിന്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ് എനർജി കൂടും. സോറി, ഓക്കെ. ന്യൂക്ലിയസിൽ നിന്നും ഓർബിറ്റിലേക്കുള്ള ദൂരം കൂടുന്തോറും എന്ത് ചെയ്യും എനർജി കൂടും. ക്ലിയർ. ഇനി അടുത്തത് നോക്കുക. ഔട്ടർ മോസ്റ്റ് ഷെൽ ഹാസ് ദി മോസ്റ്റ് ഹൈ എനർജി. ഫസ്റ്റ് ഓർബിറ്റിന് എന്താണ്, ഫസ്റ്റ് ഷെല്ലിന് എന്താണ് ലീസ്റ്റ് എനർജി ആണ്. ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആർക്കാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിനാണ്, ബാഹ്യതമ ഷെല്ലിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. അതായത് ചെറിയ എനർജി ഉള്ള ഭാഗത്ത് നിന്നും ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എനർജി അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇലക്ട്രോൺസ് ആർ ജംപ്ഡ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ. ലോവറിൽ നിന്ന് ഹയറിലേക്കാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്? എനർജി അബ്സോർപ്ഷൻ ആണ്. ലോവറിൽ നിന്നും ഹയറിലേക്ക് പോകണമെങ്കിൽ കുറച്ച് വർക്ക് എടുക്കണം അല്ലേ? അപ്പൊ അവിടെ എനർജി അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. ഇനി ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി അല്ലേ? അപ്പൊ എന്താണ് നടക്കുക? എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നടക്കുക? എനർജി അബ്സോർപ്ഷൻ ആണ് നടക്കുക. ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? വലിയ എഫേർട്ട് ഒന്നും എടുക്കേണ്ട, എളുപ്പത്തിൽ ജമ്പ് ചെയ്യാലോ. അപ്പൊ എന്താണ്? എനർജി റിലീസിംഗ് ആണ് നടക്കുക. ഇതാണ് എനർജി ലെവലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിലെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എനർജിയും അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസും തമ്മിലുള്ള ആ ഒരു ബന്ധം കൃത്യമായിട്ട് പഠിക്കുക. അതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനുണ്ട്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിനകത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് മാത്രം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാറ്റത്തിനകത്തെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എന്താണ്? തുല്യമാണ് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ടെക്നിക്കലി കറക്റ്റ് അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലൂസ് ഓർ ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം അല്ലെ? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ എന്ത് ചെയ്യാം? വ്യത്യാസം വരാം. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ആരാ നിൽക്കുന്നത്? പ്രോട്ടോൺ ആണ്. അതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് എന്ന് നമ്മൾ ടെക്നിക്കലി പറയുന്നത്. അതിനെ നമ്മൾ Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, എത്രത്തോളം പ്രോട്ടോൺ ഉണ്ട് എന്നുള്ള ഒരു അളവിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുക. ഓക്കെ. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് സം ഓഫ് ന്യൂക്ലിയോൺസ് ആണെന്ന് നമുക്ക് പറയാം. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അപ്പോൾ ഒരാറ്റത്തിനകത്തെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ തുകയാണ് എന്ത്? മാസ് നമ്പർ. ഇനി അതിന്റെ റെപ്രസെന്റേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എ ആണ് എന്ത്? മാസ് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ. ഇനി അറ്റോമിക് നമ്പറിനെ സെഡ് എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് എന്ത്? അറ്റോമിക് നമ്പർ. ക്ലിയർ? ഇത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇത് ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള എക്സാമുകളിൽ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നിട്ട് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? അറ്റോമിക് നമ്പറും മാസ് നമ്പറും മാത്രം തന്നു ഒരു എലമെന്റിന്റെ. അത് വെച്ചിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറയും? പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ആറ്റത്തിനകത്ത് ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കുന്ന സമയത്ത് അതിനകത്തെ പ്രോട്ടോണിന്റെ എണ്ണവും എന്താണ്? ഇലക്ട്രോണിന്റെ എണ്ണവും എന്താണ്? തുല്യമായിരിക്കും. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമായിരിക്കും. അപ്പൊ അറ്റോമിക് നമ്പർ ഇപ്പൊ 10 തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് എഴുതാൻ പറ്റും 10 എന്ന് എഴുതാം. ഇലക്ട്രോൺസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും 10 എന്ന് എഴുതാം. ഇനി മാസ് നമ്പർ അതുപോലെ 15 എന്ന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താ? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ എണ്ണമാണ്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാലോ. 15 - 10 ചെയ്ത് കഴിഞ്ഞാൽ 5 ന്യൂട്രോൺ ഉണ്ട് എന്ന് കിട്ടും. അപ്പൊ ഇത്തരത്തില് അറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ?
ഇനി അടുത്തതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. ഇവിടെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 2, 8, 18, 1 എന്നുള്ള രീതിയിലാണ് കോപ്പർ എഴുതുക. കോപ്പറിന്റെ പഠിച്ചു വെക്കണം. 2, 8, 18, 1. വാലൻസ് ഇലക്ട്രോൺ എത്രയാണുള്ളത്? ഒരെണ്ണാണ് ഉള്ളത്. ഇനി സിലിക്കൺ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2, 8, ഓക്കെ 4 ഇതാണ് വരിക. ഓക്കെ, ഇതാണെങ്കിലോ 2, 8, 18, 4. കാരണം എന്താ? സിലിക്കണിന്റെ 14 അറ്റോമിക് നമ്പർ, ജെർമേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 32 ആണ്. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കണം, എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ആണെന്ന് ചോദിക്കാം. അപ്പം 2, 8, 18, 1 എന്നുള്ളതാണ് കോപ്പറിൻ്റെത്. ഇത് ഏതാക്രമം KLMN എന്ന് പറയാം. ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ഇനി സിലിക്കൺ ആണെങ്കിൽ 284 ആണ്. യഥാക്രമം KLM. ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 4 ആണെന്ന് പറയാം. ഇനി ഇവിടെ ആണെങ്കിൽ യഥാക്രമം KLMN. ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയാണ്? 4 ആണെന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ദെൻ അടുത്തത് നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നിങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ സുഗമമായി കടത്തിവിടുന്നതിനെയാണ് കണ്ടക്ടർ എന്ന് പറയുക. ഇലക്ട്രിസിറ്റിയെ അല്ലെങ്കിൽ കറണ്ടിന്റെ ഒഴുക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുക. ഇതിനിടയ്ക്ക് ഇൻസുലേറ്ററിനും കണ്ടക്ടറിനും ഇടയ്ക്ക് കണ്ടക്ടിവിറ്റി ഉള്ളതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. ഒരു കണ്ടക്ടറിന്റെ വാലൻസി എന്ന് പറയുന്നത് <4 ആയിരിക്കും. സെമി കണ്ടക്ടറിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ആക്ച്വലി ഇറ്റ് ഇസ് 4 ആണ്. വാലൻസി ഈസ് ഈക്വൽ ടു 4 എന്നാണ് പറയുക. ഇനി ഇൻസുലേറ്ററിന്റെ ആണെന്നുണ്ടെങ്കിൽ <4 ആയിരിക്കും. ഇനി ഇവിടെ വാലൻസ് ബാൻഡ്, കണ്ടക്റ്റഡ് ബാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളത് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സമയത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയാണ്? ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി സ്ലൈറ്റ്ലി ഹൈ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ VB ആൻഡ് CB. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു എന്താണ്, കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. മറ്റേത് രണ്ടും കൂടെ ചേർന്നാണ് ഇരിക്കുന്നത്. ഇൻ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്താണ്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇൻസുലേറ്ററിന്റെ കേസിലോ വളരെ അധികം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കണ്ടക്ടേഴ്സിന്റെ ഇടയിൽ, ഇത് ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇത് വളരെ ഡിഫൈൻ ചെയ്തിട്ട് ഇലക്ട്രോണിക്സ് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രിസിറ്റിനെ, അതിന്റെ ഫ്ലോനെ അലോ ചെയ്യുന്നതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുക. റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. ക്ലിയർ? ഇനി വാലൻസി എത്രയാണ്? <4 ആണ് കണ്ടക്ടേഴ്സിന്, <4 ആണ് ഇൻസുലേറ്ററിന്, ഈക്വൽ ടു 4 ആണ് എന്തിന്? സെമി കണ്ടക്ടേഴ്സിന്. ഇനി വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയാണ് ഇരിക്കുന്നത്? കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. ഓവർലാപ്ഡ് ആണ്. സെമി കണ്ടക്ടേഴ്സിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇൻസുലേറ്ററിനകത്ത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്. ഇനി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കണ്ടന്റ് ഉണ്ട്, നമ്മളത് പഠിക്കും. അപ്പൊ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോയാൽ മതി. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണ്? 0 അല്ലെങ്കിൽ വെരി ക്ലോസ് ടു 0. കാരണം എന്താ? ഓവർലാപ്പ് ചെയ്തിരിക്കുക അല്ലേ? ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് 0 ഓർ വെരി ക്ലോസ് ടു 0 എന്ന് നമുക്ക് പറയാം. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ അവിടെ 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അവിടുത്തെ മെയിൻ കണ്ടന്റ് ആണ് നമ്മുടെ സിലിക്കൺ ആൻഡ് ജെർമേനിയം. സിലിക്കണിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജെർമേനിയത്തിൻ്റെത് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഇലക്ട്രോണിക്സിൽ അത് ഡിഫൈൻ ചെയ്യുന്നതാണ്. സിലിക്കണിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട്. ജെർമേനിയത്തിൻ്റെത് 0.7 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത് പഠിച്ചു വെക്കണം. ഇനി ഇൻസുലേറ്ററിനകത്തെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് നോക്കുക, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വളരെ അകലത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണ്. ഓക്കെ, 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണ് ഇൻസുലേറ്ററിനകത്തെ ഫോർബിഡൻ എനർജി
ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് എക്സാമ്പിൾസ് ഫോർ കണ്ടക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം, കോപ്പർ, ഗോൾഡ്, സിൽവർ ഇതൊക്കെ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. വൈദ്യുതിയെ കടത്തിവിടുന്നതാണ്. സിലിക്കൺ, ജെർമേനിയം ആണ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇൻസുലേറ്റേഴ്സ് ആണ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ്, എയർ എന്നൊക്കെ പറയുന്നത്. വാട്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്യുവർ വാട്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി ഇവിടെ നോക്കുക, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതാകുമ്പോൾ ഏകദേശം ഒരു ഭാഗങ്ങളും കൂടെ കവർ ചെയ്യുമല്ലോ. അപ്പം പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് കണ്ടക്ടേഴ്സിനുള്ളത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ആർക്കുള്ളത്? സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഉള്ളത്. സോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താണ്? റെസിസ്റ്റൻസ് കൂടുന്നതിനെയാണ് എന്തെന്ന് പറയാ? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയാ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് വരികയാണ്? റെസിസ്റ്റൻസ് കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുക. ക്ലിയർ? അതിന്റെ ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നമ്മളുടെ ടെമ്പറേച്ചർ ആണ് എക്സ് ആക്സിസിൽ എടുത്തേക്കുന്നത്, റെസിസ്റ്റൻസ് വൈ ആക്സിസിൽ ഉണ്ട്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവും. അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഇനി ഇവിടെ ഒരു പെർട്ടിക്കുലർ എന്താണ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു ഹൈ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുക. ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ആർക്കുള്ളത്? കണ്ടക്ടേഴ്സിനുള്ളത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് സെമി കണ്ടക്ടേഴ്സിനും അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിനും ഉള്ളത്. ദെൻ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, കോൺസ്റ്റന്റ് ആൻഡ് മാംഗനീൻ പോലെയുള്ള വസ്തുക്കൾ ഉണ്ട് അല്ലേ, നമ്മൾ റിയോസ്റ്റാറ്റുകൾ മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനൊക്കെ എന്താണ്? സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഉള്ളത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ആറ്റത്തിന്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. ഏകദേശം ഒരു 30-35 മിനിറ്റിനകത്ത് ഈ ഒരു ക്ലാസ് ഉണ്ട്. ഈ ഒരു ക്ലാസ്സിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനകത്തെ എന്താണ് ആറ്റം കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ മൊഡ്യൂളാണ് നമ്മൾ എടുത്തേക്കുന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക, അതിന്റെ ബേസിൽ നമ്മൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോ ഡെഫിനിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യലാണ്. അതായത് വോൾട്ടേജ്, കറണ്ട്, ചാർജ്, പവർ, എനർജി, റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനകത്ത്. ആ ക്ലാസ് ആണ് അടുത്തതായിട്ട് ഇതിന്റെ ഭാഗത്തിൽ വരുന്നത് കേട്ടോ. അപ്പം വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.